കെ.പി. ഉമ്മർ പളപള തിളങ്ങുന്ന ഒരു ഗ്ലാമർ താരമായിരുന്നു. നസീർ എന്ന നടന്റെ എതിരാളിയായിട്ടാണ് സിനിമകളിൽ എന്നും നിറഞ്ഞു നിന്നിരുന്നത്. നാടക നടനും ഒരു ഫുട്ബോൾ താരവുമായിരുന്നു. നാടകത്തിൽ നായക വേഷത്തിലായിരുന്നു തിളങ്ങി നിന്നിരുന്നത്. എന്നാൽ സിനിമയിൽ എത്തിയപ്പോൾ അദ്ദേഹത്തിന് വില്ലൻ വേഷങ്ങളായിരുന്നു കിട്ടിയിരുന്നത്. ഏത് വേഷവും കിട്ടിയാലും ആ വേഷങ്ങൾ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുമായിരുന്നു. കെ.പി. ഉമ്മറിന് അവാർഡ് കിട്ടുമ്പോൾ അത് കൈപ്പറ്റാതെ വളർന്നു വരുന്ന കലാകാരന്മാർക്ക് കൊടുക്കാനാണ് അദ്ദേഹം പറയുന്നത്. അത്രയും വിശാലമായ മനസ്സിന്റെ ഉടമയായിരുന്നു കെ.പി. ഉമ്മർ. എപ്പോഴും ഒരു വിപ്ലവകാരിയെ പോലെയാണ് ചിന്തിച്ചിരുന്നത്. അന്നത്തെ കാലത്ത് മുതലാളിത്ത വ്യവസ്ഥിതിയും ജന്മിത്ത വ്യവസ്ഥിതിയും ഉണ്ടായിരുന്ന കാലമായിരുന്നു. ഇതിനോടൊക്കെ വലിയ എതിർപ്പായിരുന്നു കെ.പി. ഉമ്മർ ഉണ്ടായിരുന്നത്. ജോലി ചെയ്യുന്നവർക്ക് കൃത്യമായി ശമ്പളവും ഭക്ഷണവും കൊടുക്കണം എന്ന ആശയത്തിൽ ശ്രദ്ധിക്കുന്ന ആളായിരുന്നു കെ.പി. ഉമ്മർ. അദ്ദേഹത്തിന്റെ വീട്ടിൽ ജോലി ചെയ്യുന്നവർക്ക് ആദ്യം ഭക്ഷണം കൊടുത്തിട്ടേ മറ്റുള്ളവർക്ക് കഴിക്കാൻ പാടുള്ളൂ എന്ന് നിർബന്ധിച്ചിരുന്നു. 1965 എം.ഡി. വാസുദേവന്റെ മുറപ്പെണ്ണ് എന്ന സിനിമയിലൂടെയാണ് കെ.പി. ഉമ്മർ സിനിമാ ലോകത്തേക്ക് എത്തിയത്. പിന്നീട് 1995 കാലഘട്ടം വരെ സിനിമയിൽ നിറഞ്ഞു നിന്നിരുന്നു. ഇതിനിടയിൽ ടി.വി. സീരിയലും അഭിനയിച്ചിരുന്നു. ഹരികൃഷ്ണൻ എന്ന സിനിമയിൽ ആയിരുന്നു അവസാനമായി കെ.പി. ഉമ്മർ അഭിനയിച്ചിരുന്നത്. 1929 കോഴിക്കോട് ജില്ലയിലെ തെക്കുംപുറം എന്ന സ്ഥലത്ത് ജനിച്ചു. 2001 ക്യാൻസർ രോഗം മൂലം ചെന്നിത്തല വിജയ ആശുപത്രിയിൽ വെച്ച് അന്ത്യശ്വാസം വലിച്ചു. കെ.പി. ഉമ്മറിന് സാരംഗി ന്യൂസിന്റെ ആദരാഞ്ജലികൾ.